സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്കാ 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്കാ 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞവന്മാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? ബുദ്ധിയിൽ ശിശുക്കളാകാതെ മുതിർന്നവരാകാനാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് ഉപദേശിക്കുന്നതും ദൈവം കൽപ്പിക്കുന്നതും. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. എസേക്കിയേൽ 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം എന്നാണ്. തെറ്റും ശരിയും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നാം ജീവിക്കുന്ന ലോകത്തിൽ സത്യവും അസത്യവും, ശരിയും തെറ്റും, നന്മയും തിന്മയും, യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതും, വിജയവും പരാജയവും, രക്ഷയും നാശവും ഒക്കെയുണ്ട്. മനസാക്ഷി മുഖാന്തരമായി മനുഷ്യന് തിന്മയോട്, തെറ്റിനോട്, ഇരുട്ടിനോട്, കയ്പിനോടൊക്കെയും സ്വാഭാവികമായ വിരക്തിയുമുണ്ട്. നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടും തെറ്റും ശരിയുമായ അനേകം അഭിപ്രായങ്ങൾ കേൾക്കാറുമുണ്ട്. ഇന്ന് അനേകർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടമായിരിക്കുന്നു. സത്യത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനവും മാനദണ്ഡവും ഏതാണ് എന്ന് ബോധ്യമുള്ളവർ ചുരുക്കമാണ്. അതിൻ്റെ ഫലമായി ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അപ്രധാന കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന വികലമായ ഒരു ജീവിതശൈലിയാണ് ഇന്ന് പലർക്കുമുള്ളത്. ശരിയായ അടിസ്ഥാനങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് സത്യവിരുദ്ധമായ അടിസ്ഥാനങ്ങളിൽ മേൽ പണിതുയർത്തുന്നവർ തങ്ങളെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കും. ചില തെറ്റുകൾ തെറ്റു തന്നെയാണെന്ന് പൊതുവെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടവയായിരിക്കും. ഉദാഹരണമായി, കൊലപാതകം തെറ്റാണെന്ന് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചില തെറ്റുകളെ തെറ്റുകളായി അംഗീകരിക്കാൻ കഴിയാതെ പലരും അവയെ ശരി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഉദാഹരണമായി, ദൈവമില്ല എന്ന നിരീശ്വരവാദികളുടെ വിശ്വാസം ശരിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. നാശത്തിലേക്കുള്ള വഴി വിശാലവും രക്ഷയിലേക്കുള്ള വഴി ഇടുങ്ങിയതുമാകുന്നു. നിഗൂഢമായ തിന്മശക്തികൾ ഈ ലോകത്തിൽ വ്യാപരിക്കുന്നതിനാൽ സത്യവും നന്മയും ശരിയും സ്വന്തമാക്കി ജീവിക്കാൻ എളുപ്പമല്ല. എന്നാൽ അസത്യവും തിന്മയും തെറ്റും ജീവിതശൈലിയാക്കി ജീവിക്കുവാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ളവരാണ് ഇന്ന് കൂടുതലും. സമൂഹത്തിൽ പലപ്പോഴും അസത്യവും തെറ്റുമൊക്കെ സത്യവും ശരിയുമായി അംഗീകരിക്കപ്പെടുന്നു. അതിനാൽ നാം സമൂഹത്തിൻ്റെ ഒഴുക്കിനൊത്ത് മാത്രം നീങ്ങിയാൽ തെറ്റിൽ പെട്ടുപോകും എന്ന് ഉറപ്പാണ്. മനുഷ്യൻ്റെ വിശ്വാസങ്ങളിൽ പലതും അന്ധവിശ്വാസങ്ങളാണ്. പരസ്പരം ബന്ധമില്ലാത്ത സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസങ്ങളെ വച്ചു പുലർത്തുന്ന മനുഷ്യർ സത്യത്തിനെതിരെ നിലപാട് എടുക്കുന്നവരാണ്. മനുഷ്യവർഗം പരസ്പര വിരുദ്ധമായ 2 വൻ ശക്തികൾക്കിടയിലാണ് ആയിരിക്കുന്നത്. അവ വെളിച്ചത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശക്തികളാണ്. അവയോട് നിഷ്പക്ഷത പുലർത്താൻ മാത്രമുള്ള ശക്തി മനുഷ്യനില്ല. അതിൻ്റെ ഫലമായി സത്യദൈവത്തിൽ വിശ്വസിക്കാത്തവർ തങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ നിയന്ത്രണത്തിലായിത്തീരും. തെറ്റുകളെ അംഗീകരിക്കാനും തിരുത്താനും എല്ലാവരും ഉത്സാഹിക്കണം. ബുദ്ധിയിൽ ശിശുക്കളാകാതെ മുതിർന്നവരാകണം. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നാം അങ്ങേയറ്റം ബുദ്ധി ഉപയോഗിക്കും. എന്നാൽ ആത്മീയ വിഷയം വരുമ്പോൾ ബുദ്ധിയെ ദൂരെ എറിഞ്ഞു കളയുന്ന കപട പ്രവണത ശരിയല്ല. ആത്മീയ വിഷയങ്ങൾ ദൈവവചനവുമായി ഒത്തുനോക്കണം, ചിന്തിക്കണം. തെറ്റുകളെയും വൈരുദ്ധ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവവചന വെളിച്ചത്തിൽ തെറ്റുകളെ അംഗീകരിക്കാനും തിരുത്താനും സത്യസന്ധതയുണ്ടെങ്കിലേ കഴിയൂ. വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് തെറ്റ് ശരി എന്ന് പരിശോധിക്കണം. ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ സഭാവിഭാഗത്തിൻ്റെയോ തെറ്റുകൾ നാം ന്യായീകരിക്കാൻ പാടില്ല. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. ഏതെങ്കിലും വ്യക്തിയെയോ സമൂഹത്തെയോ കുറ്റപ്പെടുത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് തെറ്റായ ചില ആശയങ്ങളുടെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നത് മാത്രമാണ്.
ഇവിടെ വിലയിരുത്തുന്നതും വിശകലനം ചെയ്യുന്നതും എതിർക്കുന്നതും പ്രത്യേക വ്യക്തികളെയോ സഭകളെയോ അല്ല, മറിച്ച് അവയിലെ ചില ആശയങ്ങളിലും വിശ്വാസ സംഹിതകളിലും അന്തർലീനമായിരിക്കുന്ന ചില തെറ്റുകളെ മാത്രമാണ്. തിരുത്തുവാൻ താല്പര്യമുള്ളവരുടെ പ്രയോജനത്തിനായി തെറ്റുകളെ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ തിരിച്ചറിഞ്ഞ് വ്യക്തിജീവിതങ്ങൾ സ്വതന്ത്രമാകും. യാഥാർത്ഥ്യങ്ങളെ അവ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാനുള്ള കഴിവുകേട് പാപത്തിൻ്റെ ഫലമായി മനുഷ്യന് വന്നുപോയ ബലഹീനതയാണ്. നാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ശരിയല്ല. അതിനാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിലുള്ള അടിമത്വം ആസ്വദിച്ചു കൊണ്ടിരിക്കാനല്ല, മറിച്ച് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടാനായിരിക്കണം നമ്മുടെ ആഗ്രഹം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തിരിച്ചടിക്കുന്നത് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ളത് പറയുമ്പോൾ ശത്രുത വിചാരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രനെ മനുഷ്യർ കൊല്ലുകയാണുണ്ടായത്. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ സാത്താനാൽ രൂപപ്പെടുത്തപ്പെട്ട നുണകളെ തിരിച്ചറിയാനും ഖണ്ഡിക്കാനും വളരെയേറെ പ്രയത്നം ആവശ്യമാണ്. ലോകചരിത്രത്തിൽ ആഴമായി വേരൂന്നിയ സാത്താനീയ ഗൂഢാലോചനയെ തിരിച്ചറിയാൻ സത്യത്തോടുള്ള ആഴമായ സ്നേഹവും സമർപ്പണ ബോധത്തോടെയുള്ള കഠിനാധ്വാനവും ആവശ്യമാണ്. എന്നാൽ എതിർക്കുന്നവരോട് ഒരു വാക്ക്. സത്യത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഈ വിശകലന പരമ്പരയിൽ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാമെങ്കിൽ നന്ദിപൂർവ്വം തിരുത്താൻ തയ്യാറാണ്. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വയം തെറ്റ് മനസ്സിലാക്കി സത്യത്തെ അംഗീകരിച്ച് വചനപ്രകാരം ജീവിക്കുക. അസത്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സ്വയം വഞ്ചിക്കലാണ്, അഭിനയമാണ്. സത്യത്തോട് സ്നേഹമുള്ളവർക്ക് ഇത്തരം നിഗമനങ്ങളോട് യോജിക്കാൻ വിഷമമുണ്ടാകില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.